ഹലോ ഗേസ്, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കിഴങ്ങ് കറിയാണ്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം പറയാം. അപ്പൊ ഫസ്റ്റ് ഇതിന് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കിഴങ്ങ് എടുക്കണം. കിഴങ്ങ് ഒരു 3-4 എടുക്കണം. ഒരു തക്കാളി എടുക്കണം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി എടുക്കണം. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 5-6 പച്ചമുളക് എടുക്കണം. അതുപോലെ തന്നെ ഒരു ഫുള്ള് ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി, അത് ഫുള്ള് അങ്ങ് എടുത്തേക്കണം. അപ്പൊ ഇത്രയും സാധനങ്ങൾ ആദ്യം എടുക്കണം. പിന്നെ ഞാൻ ഇത് എടുത്തില്ല. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ട സാധനങ്ങൾ വേണം, അതറിയാലോ. അപ്പൊ എന്ന് വെച്ചാൽ കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളകും ചെറിയ ഉള്ളിയും വേണം. അപ്പം ഫസ്റ്റ് ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഈ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മുടെ ഉണക്കമുളകും ഒക്കെ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മള് കടുക് പൊട്ടിച്ചിട്ട് അത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്യാം. അപ്പം ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടണേ. ഏകദേശം ഇത്രയും മതി. അപ്പൊ അതിന് വേണ്ടി തീ ഒന്ന് കുറച്ച് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കടുക് പൊട്ടിച്ച സാധനമൊക്കെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ഇടും. ഏകദേശം ഇത്രയും മതി. അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി കൂടെ ചേർക്കണം. മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടിനെക്കാട്ടി മുന്നിട്ട് നിൽക്കണം. ഏകദേശം ഇത്രയും മതി. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി ഇതാക്കേണ്ട ആവശ്യമില്ല. ഒരു 1-2 മിനിറ്റ് ആവുമ്പോ തന്നെ ഇത് നന്നായിട്ട് ആകും. അപ്പൊ ഇതിനകത്തോട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് എടുത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കണം. വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. അപ്പൊ ഒത്തിരി എരിവ് അങ്ങോട്ട് ആയിപ്പോ. അപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ആവശ്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ വേറെ ടേസ്റ്റ് കിട്ടും. അപ്പം ഇത് ഏകദേശം മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് മൂക്കണം. അപ്പൊ ഇതിലോട്ട് നമ്മൾ കുറച്ച് പെരുംജീരകവും കൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇട്ട പൊടികളൊക്കെ ഏകദേശം മൂത്തിട്ടുണ്ട്. അപ്പൊ ഇതിനോട്ടൊട്ട് നമ്മൾ ഈ കിഴങ്ങും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുവാണേ. ആ കിഴങ്ങും ആ സാധനങ്ങളൊക്കെ, കാരണം നമ്മൾ അത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം നന്നായിട്ട്. അപ്പം ഏകദേശം എന്നിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. കണ്ട, അപ്പൊ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി ആ കഷ്ണങ്ങളൊക്കെ അതിനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കണം. അതേപോലെ അപ്പൊ മുളക് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചോർന്ന് വരുവേ. കാരണം ആ എണ്ണയിൽ ഇരുന്നിങ്ങനെ. അപ്പൊ അതുകൊണ്ട് മാക്സിമം തീ കുറച്ചെടുത്തിട്ടാണ് ഈ ഇരുന്നോണ്ട് ഇളക്കാനായിട്ട്. ഇതൊരു വെറൈറ്റി കറിയായിട്ട് വേണമെങ്കിൽ പറയാം. എന്തായാലും ടേസ്റ്റിന് അറിയാം. കാരണം ഞാൻ കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കും നല്ലതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഏകദേശം ഇതൊന്നും നന്നായിട്ട് ഇതായിട്ടുണ്ട്. പിന്നെ നമ്മള് ഇതിപ്പോ എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ടേ. അപ്പൊ ഇതില് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പൊ ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇതിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാനുണ്ടായിരുന്നു. എന്നിട്ട് ഇളക്കിയിരുന്ന കുറച്ചുകൂടെ നല്ലതായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇനിയാണേലും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പൊ നമ്മൾ ഏകദേശം ഇതിലുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ഇത് ഇനിയിപ്പൊ വേവണം. ഇത് നന്നായിട്ടൊന്ന് വെന്തും കിട്ടണം. കറി കിഴങ്ങൊക്കെ ഒന്ന് വേവണം. അപ്പം നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇനി പ്രത്യേകിച്ച് ഇതിനകത്ത് കടുക് താളിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി അതൊക്കെ താളിച്ചാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം ഈസി ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ ഒരു നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വെന്ത് സെറ്റായി വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഇതിൽ പുളിവെള്ളം കൂടി ചേർക്കാം. അത് നമുക്ക് ഈ കിഴങ്ങ് വെന്ത് കഴിഞ്ഞതിന് ശേഷം.
പക്ഷെ ഇത് ഞാൻ വേറൊരു രീതിയിൽ ഉണ്ടാക്കുവാണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പുളി ഇതിനകത്ത് ചേർക്കുന്നില്ല, ഞാൻ ഇതിനകത്ത് മുട്ട ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഇത് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം വേവിക്കണം. ഒരു 10-15 മിനിറ്റ് ഒക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം കിഴങ്ങ് നന്നായിട്ട് വേവും. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ മുട്ടയൊക്കെ ചേർക്കാനുള്ളത് കൊണ്ട് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യണം, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതൊന്ന് ഇളക്കി നോക്കട്ടെ. ഇത് നന്നായിട്ട് ആഴി പറക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഇവിടെ കണ്ടിട്ട് വേണ്ട ലക്ഷണമുണ്ട്. അപ്പൊ നമുക്ക് എന്നാലും ഒരു കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് നോക്കാം, ചെക്ക് ചെയ്യാമേ. ഇത് ഞെക്കി നോക്കുമ്പോൾ ഞെങ്ങിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പൊ ഇത് ഏകദേശം ഇത് ഞെങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കുറച്ചു നേരം കൂടെ വേവിക്കില്ല നമ്മൾ. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഈ നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പൊ മുട്ട ചേർക്കുന്ന കാര്യം പറഞ്ഞാലുണ്ട്. അപ്പൊ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും അത് കാണിക്കാം. അപ്പൊ ഗേസ് നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കാവേ. അപ്പൊ ഈ മുട്ട ചേർക്കുന്നതിന് മുന്നേ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ തെറിച്ച് നമ്മുടെ മോന്തിക്ക് വീഴാനായിട്ട് ഒരു സാധ്യത ഉണ്ട്. ഇങ്ങനെ കുറുകി വരുമ്പോഴത്തേക്ക് തിളയ്ക്കുമ്പോ ഇങ്ങനെ മുകളിലോട്ട് തെറിക്കും. അപ്പൊ ഇതൊരു വെറൈറ്റി കറിയാണ്. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇഷ്ടമില്ലാത്തവര് ചെയ്യണ്ട. ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ് എളുപ്പത്തിൽ. പിന്നെ അല്ലെങ്കിൽ ഈ കിഴങ്ങ് പുളിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് മുട്ട വറുത്തിട്ട് കിഴങ്ങറിയും ചോറും മുട്ട വറുത്തയായിട്ട് ചോറിനാണ് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ എളുപ്പത്തിൽ ഇങ്ങനെ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പൊരിക്കേണ്ടല്ലോ, അങ്ങനെ വിചാരിക്കാം. പക്ഷെ ഇത് ചെയ്ത് നോക്കിയിട്ട് പറയാവേ കമന്റ്സ്. ഞാൻ ഒരു 5 മുട്ടയിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര മുട്ട വേണമെങ്കിലും നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ഒരുപാട് ആവില്ല, ഒരു 7 മുട്ടയ്ക്ക് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 5 മുട്ട ഞാനിപ്പൊ ചേർത്ത് കൊടുത്തേ. അപ്പൊ പുളി ചേർത്ത് കിഴങ്ങാരി ഉണ്ടാക്കിയാൽ അതിന് വേറെ ടേസ്റ്റാ, അതും നല്ല ടേസ്റ്റ് തന്നെയാ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും വേറെ ടേസ്റ്റാ. വേണമെങ്കിൽ തക്കാളി ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ തക്കാളിയിട്ടാണ് സാധാരണ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മള് കളയും ആ മുട്ടേന്റെ തരികളൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചോറുമായിട്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു വെറൈറ്റി കറി ആയതുകൊണ്ട്, ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ഈ മുട്ട കൂടെ ഒന്ന് കറച്ച് വേവട്ടെ ഗൈസ്. അപ്പൊ ഇത് ഇങ്ങനെ തെറിച്ചു വരും. അതുകൊണ്ടാണ് ഞാൻ തീ കുറച്ച് വെക്കണമെന്ന് പറഞ്ഞ മോന്തയ്ക്കോട് തെറിച്ച് ഇങ്ങനെ കുറുകുമ്പോ ഇനിയിപ്പൊ നമുക്ക് ഇച്ചിരി കൂടെ തീ കൂട്ടിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും സെറ്റ് ആവും ഏകദേശം. അപ്പൊ നമുക്കൊന്ന് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തേക്കാവേ. അപ്പൊ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് കിഴങ്ങറിയുടെ കാര്യങ്ങളെല്ലാം നന്നായി സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി മുട്ട ഇപ്പം ചേർത്തതേ ഉള്ളു. അപ്പൊ അതൊരു 2-3 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും ഉപ്പ് കറക്റ്റ് ആണ്, നമ്മൾ ഇട്ടിരിക്കുന്നത് കറക്റ്റ് ആണ്. അപ്പൊ അതിന് പ്രശ്നമില്ല. അപ്പൊ ഇനിയിപ്പം ഈ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ, എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാം. അപ്പൊ അത് കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ തെറ്റായിരുന്നു. അപ്പൊ കിഴങ്ങാരി നമ്മളിപ്പോ തെറ്റായിരുന്നു. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഗൈസ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ദേ നോക്ക്. അപ്പൊ ഇതുപോലെ ഇരിക്കും നമ്മുടെ കറി. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം നമ്മൾ ഓഫ് ചെയ്തേക്കാം. ഇനിയിപ്പോ നമുക്ക് ഓഫ് ചെയ്തേക്കാം. നമ്മൾ ഉപ്പ് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തേ, അപ്പം അത് കറക്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഓഫ് ചെയ്തേക്കാം. ഇനി കുറച്ചു നേരം ഒരു 10 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, അതിനുശേഷം നമുക്ക് എടുക്കാം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കിഴങ്ങ് മുട്ടക്കറി, അങ്ങനെയും പറയാം. അപ്പം ഇതിപ്പോ നല്ല ടേസ്റ്റിയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാരും ചെയ്ത് നോക്കണേ ഗൈസ്. എല്ലാരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ കമന്റ്സ് ഒക്കെ പറയണേ. ഓക്കെ, താങ്ക് യു ഗൈസ്.